അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നമ്മൾ പെട്ടെന്ന് സ്ഥലത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി. അതെ, ഇത് നമ്മൾ വന്നിരിക്കുന്നത് അക്വാവെഞ്ചർ വാട്ടർ തീം പാർക്കിലാണ്. ദുബായിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ നാളായിട്ട് രാവിലെ 9 മണിക്ക് കറക്റ്റ് അലാം വെച്ച് എഴുന്നേറ്റ് കുത്തിയിരുന്ന് ടിക്കറ്റ് തപ്പിയ ഒരു സ്പോട്ടാണിത്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എല്ലാവർക്കും, ദുബായിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ഒരു സ്പോട്ടാണ്. നമ്മൾ രാവിലെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് അക്വാവെഞ്ചറിൻ്റെ തന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അവർ അവൈലബിൾ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഫൈനലി ടിക്കറ്റ് കൗണ്ടറിൽ വരെ എത്തി. ബട്ട് ഈ ടിക്കറ്റ് കൗണ്ടറിൽ വരെ എത്തിയിട്ടും നമുക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു ടിക്കറ്റ് കിട്ടുമല്ലോ. സോ നമുക്ക് ലാൻഡ് കിട്ടി. സോ നമ്മൾ അക്വാവെഞ്ചറിലാണ് വന്നിരിക്കുന്നത്. അടിപൊളി സ്പോട്ട്. കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഫൈനലി നമുക്ക് ടിക്കറ്റ് കിട്ടി. സോ ദിസ് ഇസ് ദ ബാൻ. കുറേ നമ്മൾ ഫ്രീ ടിക്കറ്റ് തപ്പി മടുത്തു. എന്നിട്ട് ലാസ്റ്റ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് നമ്മളുടെ ബർത്ത്ഡേ ടിക്കറ്റ്. ബർത്ത്ഡേ ഉള്ളവർക്ക് ഇവിടെ ഫ്രീ ടിക്കറ്റ് അവൈൽ ചെയ്യാൻ പറ്റും. കൂടെ വരുന്ന പാർട്ട്ണർക്ക് ഒരു 20% ഡിസ്കൗണ്ട് ഉണ്ട്. അടിപൊളി കൂടെ വയ്ക്കണം. വില്ലേജ് സെറ്റപ്പാണ്. ഓരോ വില്ലേജിലാണ് ഓരോ റൈഡ്സ് ഉള്ളത്. ഇനി അപ്പോൾ ഈ മാപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടെയൊക്കെ ഏതൊക്കെയാണ് റൈഡ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടാസ്ക്. ഇവിടെ കുറേ വില്ലേജസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏത് വില്ലേജ് ഇവിടെ വന്നാലും വിശപ്പിന്റെ സ്കൂൾ ഏതെങ്കിലും കൗണ്ടർ കഴിക്കണം. അപ്പം നമ്മളെ ഇത് കണ്ടുപിടിക്കേണ്ട ഏത് വില്ലേജിലാണ് ഫസ്റ്റ് കയറേണ്ടതെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മൾ അക്വേറിയത്തിലൂടെയുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം അക്വേറിയം അറൗണ്ട് 8:30 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ പാർക്ക് ഫുൾ കവർ ചെയ്തിട്ട് അക്വേറിയത്തിലോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോകുന്ന ടവർ. ഇതിൻ്റെ പേര് വായിക്കാൻ പാടില്ല. ഇതിൻ്റെ പേര് വായിക്കട്ടെങ്കിൽ ദിസ് ഈസ് പോസിഡൻ ടവർ. അവിടെ ചെന്നിട്ട് കാണിച്ചത് അതായിരിക്കും പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു ടവർ കണ്ടുപിടിച്ചു. ആണ് നമ്മളുടെ ഫസ്റ്റ് ടവർ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഒരു പണി കിട്ടി. ഫോൺ അലൗഡ് അല്ല. പക്ഷെ നമ്മൾ 2 ഗ്രൂപ്പ് റൈഡ് പോയി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. സൂപ്പറായിരുന്നു, സൂപ്പർ. ഒരു 3-6 വരെ 4-5 പേര് ഒരുമിച്ച് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് അല്ലെങ്കിൽ 2 പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ പേരിനെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ അടിപൊളിയായിരുന്നു. നമുക്ക് 2 പിള്ളേരെ കിട്ടി. സൂപ്പറായിരുന്നു. പക്ഷെ അവർക്ക് ട്രൈപോഡൊന്നും അല്ല അവിടെ അല്ല, ഫോൺ അല്ല അവിടെ അല്ല അകത്ത്. കാരണം ഫുൾ വാട്ടർ റൈഡ് ആയതുകൊണ്ട്. അടുത്ത സ്പോട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വേഗിംഗ് റാപ്പിഡ്സ് എന്നാണ് ആ സ്പോട്ടിൻ്റെ പേര്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കുളിർമ വരും. കാരണം നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള പോക്കാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഇത്രയും ചൂടുള്ള സമയത്ത് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന പോകാൻ അടിപൊളിയായിരുന്നു. നീന്തലറിയാത്ത എനിക്ക് പോലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അതെന്തായിരുന്നു സാധിച്ചത്. ആഴമുള്ളത് എവിടെയോ ഉണ്ട് കേട്ടോ. ആഴമുള്ള കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയുള്ള കേട്ടോ. യെസ്, ഇവിടെ ആഴമുണ്ട്. ഓരോ ഗ്യാപ്പിലുള്ള ആഴം.
ഗൈസ്, സാന്ദ്ര ഒന്ന് വെള്ളത്തിൽ മുങ്ങി. ഓ, പിന്നെ ഇവിടെ റൂട്ട് മാപ്പൊക്കെ വെച്ചിട്ട് ആകെ ഒറ്റ വഴിയേ ഉള്ളൂ. നല്ലപോലെ മുങ്ങി വെള്ളം കുടിച്ചിട്ടുണ്ട്, തുമ്മുന്നുണ്ട്. അയ്യോ, വെള്ളം വെള്ളം വെള്ളം. പോണി വീഴും. വീഡിയോ ഇങ്ങോട്ട് നോക്കിയേ. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ രണ്ടെണ്ണം ചെയ്ത് നേരത്തെ നമ്മൾ നെക്സ്റ്റ് കയറാൻ പോകുന്ന ട്രൈഡന്റ് ആവും. ഞാനിവിടുത്തെ കയറുമെന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോവാം. എടാ, ഓ എന്താ ഒരു വ്യൂ, അടിപൊളി വ്യൂ. വിഷംസ് മാറ്റൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുവാണ്. നെക്സ്റ്റ് ഇനി അവൻ്റെ ചാൻസ് ആണ്. ഫുള്ള് വാട്ടർ റൈഡിലെല്ലാം കവർ ചെയ്തു. ഇനി നമ്മൾ അക്വേറിയത്തിൽ പോവാം. ഡോൾഫിൻ ഷോ ഉണ്ട്. ഡോൾഫിൻ ഷോയ്ക്ക് ശേഷം നമ്മൾ അക്വേറിയം, ഏതോ ലോസ്റ്റ് അക്വേറിയം ആണെന്ന് തോന്നുന്നു. ലോസ്റ്റ് അക്വേറിയത്തിൽ പോകണം. ഫുൾ നമ്മൾ വാട്ടർ റൈഡിലെല്ലാം കയറി. ഇതിലൊരു ടവർ ഇപ്പോൾ മെയിൻ്റനൻസ് നടക്കുമായതുകൊണ്ട് നമുക്ക് ആക്സസ് ഇല്ല. ബാക്കി 2 ടവറിലും നമുക്ക് ആക്സസ് ഉണ്ട്. അടിപൊളി വൈബ്, സൂപ്പർ. അങ്ങനെ നമ്മൾ ഈ ടവറിൽ നിന്നും ഇറങ്ങി. ഇനി മെയിനായിട്ട് നമുക്കിതിൻ്റെ റൂട്ട് അറിയാത്തതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം വരുമായതുകൊണ്ട്. ബട്ട് സെക്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവർ നമ്മളെ ഗൈഡ് ചെയ്യും. ഇനിയിപ്പം നമ്മൾ നെക്സ്റ്റ് റൈഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു അക്വേറിയം ഉണ്ട്, അക്വേറിയത്തിലോട്ട് പോവാം. ഇതാണ് ഇപ്പം മെയിൻ്റനൻസ് നടക്കുന്നു എന്ന് പറഞ്ഞ ടവർ, നെപ്റ്റ്യൂൺ ടവർ. ഇതിലും കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ അടിപൊളി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ബീച്ച് കണ്ടത്. ഇത് അക്വാവെഞ്ചറിൻ്റെ തന്നെ പ്രൈവറ്റ് ബീച്ചാണ്. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ കണ്ട ഒരു കാഴ്ച അടിപൊളിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ദുബായ് ബെല്ലൂൺ. ഇത് പാരച്യൂട്ട് പോലെ പൊങ്ങോന്നൊക്കെയാ പറയുന്നേ. പൊങ്ങുമല്ലേ? പക്ഷെ നമ്മൾ കണ്ടിട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് പൊങ്ങും. അങ്ങനെ ദുബായ് ബലൂൺ കണ്ടു, പാർക്കിൽ അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത പോകുന്ന ഒരു സ്പോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്നല്ല എല്ലാരും പറയുന്നേ. ഇപ്പൊ ഈ പാം ജുമേറ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഒരു തവണ ദുബായിൽ സെറ്റിൽ ആയിട്ടുള്ളവർ ഒരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബർത്ത്ഡേയുടെ ഒക്കെ ടൈമിൽ വരുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടും. പിന്നെ ബർത്ത്ഡേ ഉള്ള ആളുടെ കൂടെ വരുന്ന പാർട്ട്ണർക്ക് 20% ഡിസ്കൗണ്ട്. അങ്ങനെ ഇവർ ഓഫർ തരുന്നത്. എന്തായാലും ഇന്ന് 19th വരെ ഉള്ളൂ ഇവരുടെ ഫ്രീ ടിക്കറ്റ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. അവർ ക്ലോസ് ചെയ്ത് ഇന്നാണ് ലാസ്റ്റ് ഡേ. അതുകൊണ്ട് ഇന്ന് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്നാലും കുഴപ്പമില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അല്ലേ. ഓക്കെ, ഇനി അടുത്ത സ്പോട്ടിൽ പോയിട്ട് കാണാം.